പ്രിയമുള്ള സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഇൻഫോ മീഡിയ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പാണ്. മുൻപ് തന്നെ വന്നിരുന്നതാണ്, പക്ഷേ സ്കൂളുകൾക്കുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പുതിയ അറിയിപ്പ് എത്തിയിരിക്കുകയാണ്. എല്ലാവരും ഈ ഒരു വീഡിയോ പൂർണ്ണമായും കാണുക, വീഡിയോ ലൈക്ക് ചെയ്തുകൊണ്ട് കാണുക. ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പ് നോക്കാം. 24 മണിക്കൂർ കേരളം സ്തംഭിക്കാൻ പോവുകയാണ്. ദേശീയ പണിമുടക്കാണ്. ഇന്ന് അർദ്ധരാത്രി മുതലാണ് ഈ ദേശീയ പണിമുടക്ക് ഉണ്ടാകുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ. രാജ്യത്തെ വിവിധ തൊഴിലാളി സംഘടനകളാണ് ഈ ഒരു ദേശീയ പണിമുടക്കിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഫെബ്രുവരി 11-ാം തീയതി അർദ്ധരാത്രി മുതൽ, അതായത് 12 മണി മുതലാണ് ഈ ഒരു പണിമുടക്ക് ആരംഭിക്കുന്നത്. ഇന്ന് അർദ്ധരാത്രി ആരംഭിച്ച് നാളെ അർദ്ധരാത്രി വരെ നീളുന്ന 24 മണിക്കൂർ പണിമുടക്കിൽ കേരളത്തിൽ വ്യവസായ, കാർഷിക, വാണിജ്യ മേഖലകൾ സ്തംഭിച്ചേക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. കടകമ്പോളങ്ങൾ അടഞ്ഞു കിടക്കുമെന്നും മോട്ടോർ വാഹനങ്ങൾ നിരത്തിൽ ഇറങ്ങില്ലെന്നും സംയുക്ത ട്രേഡ് യൂണിയൻ സമിതി അറിയിച്ചു. കേരളത്തിലെ മുഴുവൻ വ്യവസായശാലകളിലും പണിമുടക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ടെന്നും കേന്ദ്ര ബജറ്റിലെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ മുഴുവൻ ജനങ്ങളും പണിമുടക്കിനായി സഹകരിക്കണമെന്നും CITU ജനറൽ സെക്രട്ടറി എളമരം കരീമും അറിയിച്ചിട്ടുണ്ട്. കേരളത്തിൽ സർക്കാർ, അധ്യാപന, ബാങ്ക്, ഇൻഷുറൻസ് തുടങ്ങിയ എല്ലാ മേഖലകളിലെ ജീവനക്കാരും പണിമുടക്ക് നൽകണമെന്ന്, പണിമുടക്കിൽ ഏർപ്പെടണമെന്ന് ഇപ്പോൾ നോട്ടീസ് നൽകിയിട്ടുണ്ടെന്ന് എളമരം കരീം അറിയിച്ചിട്ടുണ്ട്. ഷോപ്പിംഗ് മാളുകൾ, സ്പെഷ്യൽ എക്കണോമിക് സോണുകൾ അടക്കം സ്തംഭിക്കുമെന്നും സമരാനുകൂലികൾ പറയുന്നു. പാൽ, പത്രം, ആശുപത്രി, മെഡിക്കൽ സ്റ്റോറുകൾ, ഫയർ ആൻഡ് റെസ്ക്യൂ, ആംബുലൻസ് അടക്കം അവശ്യ സർവീസുകളെ ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ നാളെ വിദ്യാലയങ്ങൾക്കും കേരളത്തിലാകമാനമുള്ള വിദ്യാലയങ്ങൾക്കുമൊക്കെ പൊതു അവധിയായിരിക്കും എന്നുള്ളൊരു കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. വിദ്യാർത്ഥി സുഹൃത്തുക്കൾ ഈ ഒരു വൈകുന്നേരമാവതോടുകൂടി ഇനിയിപ്പോൾ ചോദ്യം തുടങ്ങും. നാളെ പണിമുടക്കല്ലേ, നമുക്ക് പഠനമുണ്ടോ എന്നുള്ളൊരു കാര്യവുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ തന്നെ നമുക്ക് അറിയാൻ സാധിക്കുന്നത് വെച്ച് കേരളത്തിലെ എല്ലാ ജില്ലകളിലും, അതായത് പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി ആയിരിക്കും എന്നുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ്. വരുന്ന മണിക്കൂറുകളിൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വ്യക്തമായിട്ടുള്ള അറിയിപ്പുകൾ സംസ്ഥാന സർക്കാരിൻ്റെയും അതാത് ജില്ലകളിലെ കളക്ടർമാരുടെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജ് വഴിയും എത്തുമെന്നുള്ള കാര്യത്തിൽ ഏകദേശം ഇപ്പോൾ അറിയിപ്പ് നമുക്ക് അറിയാൻ സാധിക്കും. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്തെങ്കിലും സംശയങ്ങളുള്ള വിദ്യാർത്ഥി സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. കാരണം സാധാരണ രീതിയിൽ ഇതുപോലൊരു പണിമുടക്ക് വരുമ്പോൾ, രാജ്യമാകമാനമുള്ള പണിമുടക്ക് വരുമ്പോൾ ഇടത് സംഘടനകളാകുന്നത് കൊണ്ട് തന്നെ കേരളത്തെ ഇത് ഗണ്യമായ രീതിയിൽ തന്നെ ബാധിക്കും. അതിൽ യാതൊരു സംശയവും വേണ്ട. കേരളത്തെ ഇത് ബാധിക്കുന്നതുകൊണ്ട് തന്നെ വിദ്യാലയങ്ങൾക്ക് അവധിയാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഈ ഒരു കാര്യം ഒന്ന് പ്രത്യേകം മനസ്സിലാക്കുക. കൂടുതൽ അറിയിപ്പുകൾ, അവധിയുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പുകൾ വരുന്ന മണിക്കൂറുകളിലുണ്ടാവും. തീർച്ചയായിട്ടും ആ ഒരു കാര്യം കൂടിയാണ് പൊതുജനങ്ങളൊന്ന് പ്രത്യേകം മനസ്സിലാക്കി